ഗായുവിന്റെ കല്യാണമാണ്. ഞാൻ രാവിലെ തന്നെ നേരത്തെ എണീറ്റ് റെഡിയാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞായതിനു ശേഷം ഞാൻ സാരി ഉടുത്തിട്ട് പോണ ഫസ്റ്റ് ഫംഗ്ഷനാണിത്. എനിക്ക് സാരിയുടെ ഈ താഴത്തെ ഭാഗം അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ അറിയില്ല കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ അറിയാം, പക്ഷെ അത്ര വൃത്തിയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സാഹചര്യം എത്തുമ്പോൾ മാത്രം എനിക്ക് ബോധം വരും സാരി ഡ്രൈപ്പിംഗ് പഠിച്ചാലോ എന്ന്. എന്നാൽ അത് നേരത്തെ ഇട്ട് തോന്നൂല്ല. എന്തൊക്കെയോ ചെയ്ത് വേഗം റെഡി ആയിട്ട് ഞങ്ങളിതാ ഇറങ്ങി കേട്ടോ. പിന്നെ അല്ലുവിന് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് മാച്ചിനാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അവളുടെ വീട് എത്തിയിട്ട് നേരെ ഗാതനെയും പിക്ക് ചെയ്ത് ഓഡിറ്റോറിയത്തിലേക്കാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഡിറ്റോറിയം എത്തി പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കലായിരുന്നു. അത് കഴിഞ്ഞ് അവളിതേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവളെയൊക്കെ കണ്ടു സംസാരിച്ചു. പിന്നെ കുറേ നേരം ചെക്കന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ദേ ചെക്കൻ വന്നു. നല്ല പാട്ടൊക്കെ ഇട്ട് ഇൻട്രോ ആയിട്ടായിരുന്നു ചെക്കൻ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അവള് വന്നു. അത് കഴിഞ്ഞ് ദേ കെട്ട് കഴിഞ്ഞു. സ്റ്റേജിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും അല്ലു ഉറങ്ങി. അവന് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അവൻ പിന്നെ സമയത്തിന് ഉറങ്ങിക്കോളും. പിന്നെ കുറേ നേരം കഴിഞ്ഞ് അവൻ ഉണർന്നതിന് ശേഷം അവന് ഫുഡ് കൊടുത്തു ട്ടോ. കാറിൽ പോയിരുന്ന സെർലാക്കായിരുന്നു കൊടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളും കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അവരുടെ കുറേ ഫോട്ടോസ് എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കെട്ടെല്ലാം കഴിഞ്ഞ് അവരിറങ്ങിയതിന് ശേഷം കൂടെ ഞങ്ങളും തന്നെ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഗാതനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാട്ടോ ഞങ്ങൾ പോയത്. അത് കഴിഞ്ഞ് വീടെത്തുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 2 മണി 3 മണി എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ റെസ്റ്റ് ആയിരുന്നു കേട്ടോ. റിസപ്ഷൻ അടുത്ത ദിവസമായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് ട്രയൽ നോക്കുമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം റിസപ്ഷന് ഞങ്ങളിതേ റെഡിയായി പോവുക കേട്ടോ. റിസപ്ഷൻ ഈവനിങ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് 3 മണി എങ്ങാണ്ട് ആവുമ്പോഴാണ് ഇറങ്ങിയത്. റിസപ്ഷൻ ഞങ്ങളുള്ളവിടത്ത് നിന്ന് നല്ല ദൂരം ഉണ്ടായിരുന്നു. കടമ്പഴിപ്പുറത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് നല്ല ദൂരം ഉണ്ടായിരുന്നു. ശരിക്കും ട്രാവലിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി നേരെ പോയി ഗാർഡനെ പിക്ക് ചെയ്തിട്ടാണ് പോയത്. അവിടെ പോയി പിന്നെ അവരെ കണ്ടു, വിഷ് ചെയ്തു, ഫോട്ടോസ് എടുത്തു. പിന്നെ കുറച്ച് അവരോട് കുറ്റവും പറഞ്ഞു കേട്ടോ. ഇത്രയും ദൂരെയാണോ റിസപ്ഷൻ വെച്ചെന്ന് പറഞ്ഞിട്ട്. കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ട്ടോ. ഞങ്ങൾ ഷിഫ്റ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുക. ഞാൻ അല്ലുവിനെ എടുക്കുമ്പോൾ വീശേട്ടൻ പോയി കഴിക്കും. വീശേട്ടൻ അല്ലുവിനെ എടുക്കുമ്പോൾ ഞാൻ പോയി കഴിക്കും. അങ്ങനെ ഷിഫ്റ്റ് ആയിട്ടാണ്. അല്ലെങ്കിൽ അവൻ പ്ലേറ്റ് വലിച്ചെറിയും. അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. പിന്നെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ പോയി ട്ടോ. കാരണം ഒത്തിരി ദൂരം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂർ മേലെ ട്രാവൽ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ വീടെത്തിയത്. പിന്നെ ഞങ്ങൾ അല്ലുവിന് വണ്ടിയിലിരുന്ന് തന്നെ ഫുഡ് കൊടുത്തു. അല്ലൂസിനെയും കൊണ്ട് ട്രാവൽ ചെയ്യാനൊന്നും ഇതുവരെ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവനാണെങ്കിൽ ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അവൻ ഭയങ്കര കോപ്പറേറ്റീവ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റുന്നത് തന്നെ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഗാതനെ ഇറക്കി വിട്ടു. പിന്നെയാണ് ഞങ്ങൾ വീടെത്തിയത്. വീടെത്തുമ്പോഴത്തേക്കും സമയം 8 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ലേറ്റായി. ഒത്തിരി ദൂരം ട്രാവൽ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നു. നല്ല ടയേർഡായിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.